അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഉച്ചഭക്ഷണം അത് നല്ല ഒരു വെറൈറ്റി ആയിട്ട് തന്നെയാണ്. അതായത് നമ്മളിന്ന് പിന്നെ ചിക്കൻ കുറച്ച് വറ്റിച്ചിട്ട് അത് വെക്കുന്നുണ്ട്, അതിവിടെ വീട്ടിൽ വെക്കുന്നുണ്ട്. പിന്നെ നമുക്ക് പാർസൽ വാങ്ങുന്നുണ്ട് ഹോട്ടലിൽ നിന്ന്. നമ്മൾ നെയ്ച്ചോറ് പിന്നെ പൊറോട്ട, നെയ്ച്ചോറ് പൊറോട്ടയാണ് ഇപ്പം ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണത്തിനുള്ളത്. പിന്നെ അമ്മയ്ക്ക് ചോറും ഉണ്ട്. അപ്പം അങ്ങനെ അതാണുള്ളത്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കുക. നമ്മൾ വ്യൂസ് വിത്ത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഇതിൽ നമ്മൾ ചിക്കൻ കുറച്ച് വറ്റിച്ചിട്ടാണ് വെക്കുന്നത്. അല്ലെന്ന് വെച്ചാൽ നമ്മൾ ചെറിയ ഉള്ളിയാണ് ചേർക്കുന്നത്. അപ്പോൾ വലിയ ഉള്ളി ചേർക്കുന്നതിന് പകരം ചെറിയ ഉള്ളി മാത്രമാണ് ചേർക്കുന്നത്. പിന്നെ തക്കാളി ചേർക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ ഉള്ളി ചേർക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം അങ്ങനെയാണ് വെക്കുന്നത് നമ്മൾ. അപ്പോൾ ഒക്കെ ചിക്കനൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു. നമ്മളൊരു 1/2 കിലോ ചിക്കനാണ് എടുക്കുന്നത്. അപ്പം ഇനിയിപ്പോൾ ഏതായാലും നമുക്ക് കറി ഉണ്ടാക്കാം. എന്നിതാ നമ്മൾ ചെറിയ ഉള്ളിയാണ് പ്രധാനമായിട്ട് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ആദ്യം നന്നാക്കി വെക്കുകയാണ്. നല്ല വലിയ ഉള്ളി തന്നെയാണ്, ചെറുത്. വലിയ ഉള്ളിന്ന് ചേർക്കുന്നില്ല, കിഴങ്ങ് അതൊന്നും ചേർക്കാതെയാണ്. ഉള്ളി, അതുപോലെ ഇഞ്ചി, പച്ചമുളക് എല്ലാം ഇവിടെ ഉണ്ട്. കഴുകൽ കഴിഞ്ഞ് നമുക്ക് ഈ വലിയ ഉള്ളികളൊക്കെ ഒന്ന് നോക്കിയിട്ട് കഷ്ണമാക്കി കൊടുക്കാം. ഇങ്ങനെ വഴറ്റിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ പച്ചമുളകും ഇതെല്ലാം രണ്ടും ആദ്യം വഴറ്റണം. പിന്നെയാണ് അതിലേക്ക് തക്കാളി, ഇത് ഒരു തക്കാളി. പിന്നെ ഇപ്പോൾ നമുക്ക് ഒരു പാകം വലുപ്പത്തിലുള്ള ഇഞ്ചി കഷ്ണം, പിന്നെ കുറച്ച് വെളുത്തുള്ളി അല്ലികളും ഉണ്ട് അവിടെ. എല്ലാം ഇവിടെ റെഡിയായി നുറുക്കിയിട്ട്. ഇനിയിപ്പോൾ നമുക്ക് ചട്ടി വെച്ച് അതിൽ വെളിച്ചെണ്ണ വാർന്ന് അത് ചൂടായ ശേഷം ഇനി വഴറ്റിയെടുക്കാം. നമുക്ക് തക്കാളിയും ചേർത്ത് ഒന്നുകൂടി വഴറ്റിയെടുക്കാം. പിന്നെ അതിലേക്ക് മുളക് പൊടി, മഞ്ഞപ്പൊടി, പിന്നെ നമുക്ക് മല്ലിപ്പൊടി, ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ലേശം കുരുമുളക് പൊടി, പിന്നെ നമ്മൾ ചിക്കൻ മസാല ചേർത്തു. എല്ലാ പൊടികളൊക്കെ ആയി. ഇനിയിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി കഷ്ണങ്ങളൊക്കെ ഇട്ട് പിന്നെ നമുക്കിതാ ചിക്കൻ കഷ്ണങ്ങൾ, കഴുകി വെച്ച കഷ്ണങ്ങൾ അത് അതിൽ ചേർക്കാം. ചെറിയ കഷ്ണങ്ങളാക്കിയത് തന്നെയാണ്. ഇത് നല്ലപോലെ ഇളക്കി പിടിപ്പിക്കാം മസാല. ഇതിപ്പോൾ തന്നെയാണ് നമുക്ക് പ്രധാനമായിട്ട് ഉണ്ടാക്കാനുള്ളത്. പിന്നെ പൊറോട്ടയൊക്കെ നമുക്ക് ഹോട്ടലിൽ നിന്ന് പാർസൽ വാങ്ങാനില്ലേ ഉള്ളൂ. ഉപ്പും ചേർത്ത് കൊടുക്കാം. അടച്ചു വെച്ച് വേവിച്ച് ഇതാ നമുക്കൊന്ന് എടുത്ത് നോക്കാം. നല്ലപോലെ വന്നിട്ട് തന്നെയാണ് ഉള്ളത്. ഇടയ്ക്കൊക്കെ ഒന്ന് എടുത്ത് ഇളക്കി നോക്കിയിരുന്നു.
കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. പൂച്ച ഭക്ഷണം കഴിക്കാനായിരിക്കുന്നു. അപ്പോൾ വാസന കിട്ടി ഇവിടെ ഉണ്ട്. എന്നപ്പോൾ മഴയുണ്ട് ചിഞ്ഞാറ് ചീച്ചിലുവാ. നമ്മളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഒരു 11:45 ആകുമ്പോഴേക്ക് ആവും നെയ്ച്ചോറ് ഹോട്ടലിൽ. പൊറോട്ട പിന്നെ എപ്പോഴും രാവിലെ തന്നെയൊക്കെ ആവും. അപ്പം നെയ്ച്ചോറ് ഇനി പാർസൽ വാങ്ങിക്കൊണ്ട് വരണം, അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാം കഴിക്കായി. ഇതാ അമ്മയ്ക്ക് പൊറോട്ട, നമ്മൾ വാഴേൻ്റെ ഇലയിലാണ്. അമ്മയ്ക്ക് പൊറോട്ട ഒന്ന്, പിന്നെ ഇതാ ചിക്കൻ കറി കൊടുക്കാം. പിന്നെ അമ്മയ്ക്ക് ലേശം ചോറും ഉണ്ട് ഇവിടെ. ഒരു പൊറോട്ട കഴിഞ്ഞാൽ പിന്നെ ലേശം ചോറ് അത് കഴിക്കും അമ്മ. നല്ല ചൂട് പൊറോട്ടയാണ്. എനിക്കിപ്പോൾ ഇതാ നെയ്ച്ചോറ് പാർസൽ വാങ്ങിയത്. ഇനിയിപ്പോൾ ഞാനും കഴിക്കാം. ഒരു പൊറോട്ടയും കുറച്ച് നെയ്ച്ചോറ്, പിന്നെ കുറച്ച് നമുക്ക് പൂച്ചയ്ക്ക് കൊടുക്കണം. ഇറച്ചി ഒക്കെ കൂട്ടിയിട്ട് തന്നെ കൊടുക്കാണ്ട്. പൂച്ചയ്ക്കും ബാക്കി കുറച്ച് ചോറ് കൊടുക്കും. ഇപ്പോൾ 50 രൂപേൻ്റെ നെയ്ച്ചോറാണ്. അതിൽ അത്യാവശ്യം ഉണ്ട്, നല്ല നെയ്ച്ചോറാണ്. ഇത് പൊറോട്ടയും നെയ്ച്ചോറ് കൂടി ചേർത്തിട്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമന്റ് ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയും നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം.